അങ്ങനെ നമ്മുടെ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ഷൊർണൂർ ജംഗ്ഷനിലെത്തിയിട്ടോ. ഷൊർണൂർ ജംഗ്ഷനാണ് ഇത് കാണുന്നത്. ഇത് മംഗലാപുരത്ത് നിന്ന് വരുന്ന ട്രെയിനാണ്. മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂർ വരെ പോണ ട്രെയിനാണിത്. ഈ മേലെ കാണുന്ന മേൽപ്പാലൊക്കെ ഉണ്ടോ, റോഡ് മാർഗ്ഗമാണത്. അത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള റോഡാണ്, തെക്ക് ഭാഗം തെക്കോട്ടുള്ളത്. അതേപോലെ തന്നെ ഈ തെക്ക് ഭാഗത്തേക്കുള്ള കാണുന്ന ഈ റെയിൽ കണ്ടോ, അത് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തേക്കാണ്. നേരെ തിരുവനന്തപുരം പോകും. ആ തെക്കോട്ടുള്ള ഇതുണ്ടോ, ആ ടേണിങ് കണ്ടോ, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം അങ്ങനെയുള്ള ഭാഗം. പിന്നെ ഈ ട്രെയിന് നേരെ പോണത് കോയമ്പത്തൂർക്ക് പോണത് കിഴക്കോട്ടാണ്. നേരെ കിഴക്കോട്ട് പോണത് കോയമ്പത്തൂർ ഭാഗം. അത് ഷൊർണൂരിൻ്റെയും ഒറ്റപ്പാലത്തിൻ്റെയും ഇടയ്ക്കൊരു സ്റ്റോപ്പുണ്ട്. അവിടെ ഇത് നിർത്തില്ല. അപ്പോൾ ഷൊർണൂർ കഴിഞ്ഞാൽ ഒറ്റപ്പാലമാണ് അടുത്ത സ്റ്റോപ്പ്. ഒറ്റപ്പാലം കഴിഞ്ഞാൽ പിന്നെ പാലക്കാട്, പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ കോയമ്പത്തൂർ. ഈ ട്രെയിനിൽ പോകാൻ നല്ല സുഖമാണ്. സുഖം എന്ന് പറഞ്ഞാൽ കൂടുതൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഓർഡിനറി കമ്പാർട്ട്മെൻറ്റ്. പിന്നെ അധികം എവിടെയും സ്റ്റോപ്പില്ല. അതുകൊണ്ട് വിചാരിച്ച സമയത്ത് നമ്മൾ എത്തും. ഏതാനും 5-10 മിനിറ്റിൻ്റെ മാറ്റമേ ഉണ്ടാവുള്ളൂ ഈ ട്രെയിന്. ഇവിടെ അങ്ങനെ കണ്ടോ, ഏരിയ കണ്ടോ, ഒഴിഞ്ഞ് കിടക്കുന്ന ഏരിയ കണ്ടോ, ഒരുപാട് സ്ഥലമുണ്ട്. ഇത് വെറും വയലായി കടന്നിരുന്ന സ്ഥലമാണ്. ഇവിടെ എന്തോ പരിപാടിയുണ്ട്, എന്തോ ബിൽഡിങ് എന്തോ കയറ്റാനുള്ള പരിപാടി ഉണ്ടെന്നാണ് തോന്നുന്നത്. എങ്ങനെയായാലും ഫുള്ള് ക്ലിയറാക്കി ഇട്ടിട്ടുണ്ട്, നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് ഇത് ഒറ്റപ്പാലത്താണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ നിന്ന് ഭാരതപ്പുഴ പോകണത് കേട്ടോ. ഇതിൻ്റെ വലതുഭാഗത്ത് കൂടെ ഭാരതപ്പുഴ പോകുന്നുണ്ട്, നീളാനദി. അപ്പോൾ അങ്ങനെ അത് ഒറ്റപ്പാലത്ത് എത്താറായി. യാത്ര ചെയ്യാൻ സുഖകരമായ ഒരു ട്രെയിനാണ് ഈ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ്. ഇതാ ഒറ്റപ്പാലത്ത് എത്താറായി. ഓക്കെ എന്നാൽ, ഓക്കെ, ബൈ.